ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ കീമിന് എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പോയിൻ്റ്, നമ്മൾ കീമിനെക്കുറിച്ച് പറയുമ്പം ആദ്യം നമ്മൾ തറവാക്കേണ്ടത് നമ്മുടെ +2 ബേസിക്സ് ആണ്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ബേസിക്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതായത് CBSE അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ആണെങ്കിൽ കേരള സ്റ്റേറ്റ് തറവായിരിക്കണം നമ്മുടെ ബേസിക്സ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ അത് തറവാണെങ്കിൽ തന്നെ നമുക്ക് കീമിന് നല്ല റാങ്ക് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ തിയറി അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യണം, PYQs ചെയ്യണം. എത്ര 10 വർഷം എല്ലാം കിട്ടും. ഏതെങ്കിലും കടയിൽ പോയിട്ട് തുച്ഛമായ വിലയ്ക്ക് നിങ്ങൾക്ക് PYQs അവൈലബിൾ ആണ്, ഓൺലൈനും അവൈലബിൾ ആണ്. ഓക്കെ, സോ PYQs ചെയ്യണം. PYQs ചെയ്താൽ ഉറപ്പായിട്ട് ഞാൻ പറയുന്നു 100% നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. ഒരു 5 വർഷത്തെ PYQs മുഴുവൻ നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ടൈം മാനേജ്മെൻറ്റ്. കീമിൽ ടൈം മാനേജ്മെൻറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ജെയ് പോലല്ല, ജെയിൽ ടൈമുണ്ട് പക്ഷെ ക്വസ്റ്റ്യൻ കുറവാണ്. കീമിൽ ടൈമുണ്ട്, സെയിം ടൈമാണ്, പക്ഷേ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിരിക്കും, ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സ്പീഡ് ചെയ്യണം, അധികം ആലോചിക്കാൻ സമയം എടുക്കരുത്, സ്റ്റെപ്സൊക്കെ ഷോർട്ടൺ ചെയ്യണം, ട്രിക്സൊക്കെ പഠിക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ദാറ്റ്സ് വാട്ട് ഐ വാസ് ടെല്ലിംഗ് അബൌട്ട് കീം. സോ നമ്മളിവിടെ പറഞ്ഞത് 3 പോയിൻറ്റ്സാണ്. ഒന്ന്, കീം സിമ്പിളാണ്. +2ൻ്റെ ബേസിക്സ് തറവായിരിക്കണം, തിയറി. ദെൻ PYQs, രണ്ടാമത്തെ പോയിൻറ്റ് PYQs ചെയ്യണം. 10 വർഷത്തെ PYQs ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. ഞാൻ തന്നെ ചെയ്തതെന്ന് വെച്ചാൽ PYQs മാത്രം പഠിക്കുമായിരുന്നു. എക്സാമിന് അടുക്കാവാറായപ്പോഴത്തേക്കും PYQs മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, തിയറി ഒന്നും ഞാൻ അധികം വായിച്ചില്ല, PYQs, ഫുൾ PYQs. ഓക്കെ, ദെൻ തേർഡ് തിങ്, time management. We have to practice doing so many problems in a fixed time. 1 മിനിറ്റ് കൊണ്ട് എത്ര പ്രോബ്ലം ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക നിങ്ങൾ. കെമിസ്ട്രിയൊക്കെ 1 മിനിറ്റ് കൊണ്ട് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് വി ഹാവ് ടു കണ്ടു. ഓക്കെ, താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ലെറ്റ്സ് മീറ്റ് അറ്റ് ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ഇനി ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ പറയാം. ഓക്കെ, ലൈക്ക് എക്സാമിന് ചോദ്യം വരുന്ന രീതികൾ. ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. ഓക്കെ, നോ ഹാർഡ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളിപ്പോൾ ചില ചാപ്റ്റേഴ്സ് വിട്ടെന്ന് വെച്ചോ, ആ ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് വെറുതെ വിടണം. അതിനെക്കുറിച്ച് ആലോചിക്കാനൊന്നും നിൽക്കത്തില്ല, നമ്മളെ കൊണ്ട് ആവത്തില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് വിട്ടേക്കണം. ഓക്കെ, അതിനെക്കുറിച്ച് ആലോചിച്ച് സമയം കളയാൻ പാടില്ല. ഫിസിക്സ് ഹാർഡ് സബ്ജക്റ്റാണ്. അതിൽ സൈൻസ് നമ്മുടെ നെഗറ്റീവ് പോസിറ്റീവ് സൈനൊക്കെ ചെറുതായിട്ട് മാറിയാൽ തന്നെ നമ്മൾ നല്ല മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫിസിക്സ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉറപ്പില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് വിട്ടേക്കാം. ഓക്കെ, നെക്സ്റ്റ് കെമിസ്ട്രി നമ്മുടെ ഒരു ഗസ് വർക്കൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ് കെമിസ്ട്രി. കാരണം നമുക്കൊരു ലഘുവിവരണം, ഒരു ജനറൽ നോളജ് കെമിസ്ട്രിയിൽ ജനറലായിട്ട് ഒരു കെമിസ്ട്രി നമുക്കറിയാമായിരിക്കുമല്ലോ. ഓക്കെ, അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനും ഓർക്കണം, അതിനും ചില എക്സെപ്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ പഠിച്ചു വെച്ചാൽ കെമിസ്ട്രി ഞാൻ പറയുന്നത് നമുക്ക് ഗസ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കാരണം നമുക്കൊരു ജനറൽ അവയർനെസ് അബൌട്ട് കെമിസ്ട്രി ഉണ്ട്. പിന്നെ മാത്സിലും ഇതേപോലെ ഫിസിക്സിനെ പോലെ തന്നെ മൈനസും പ്ലസും ഒക്കെ മാറി വരാം. പക്ഷേ അതിൻ്റെ മാത്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ അതിൽ മറ്റേ ഡിഫിക്കൽട്ടായിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഒക്കെ ചാപ്റ്റേഴ്സിൽ അതിൽ നിന്നൊക്കെ വളരെ സിമ്പിൾ ചോദ്യമായിരിക്കും ചോദിക്കുന്നത്, വളരെ സിമ്പിൾ ബേസിക് ലെവൽ ചോദ്യമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ആണ് എന്ന് പറഞ്ഞ് പേടിച്ച് അത് വിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അറിയാവുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, സോ മാത്സിന് നമ്മൾ കൂടുതൽ ടൈം കൊടുക്കണം. കെമിസ്ട്രി ആദ്യം ചെയ്യണം. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ കെമിസ്ട്രി എല്ലാം ചെയ്യണം. കെമിസ്ട്രി 3 തവണയെങ്കിലും ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ മാർക്ക് ചെയ്ത് മാറിപ്പോകാനുള്ള നല്ല ചാൻസ് കെമിസ്ട്രിയിലുണ്ട്. നമ്മൾ പെട്ടെന്ന് മാർക്ക് ചെയ്യും. ലാസ്റ്റ് ചെയ്യുന്നത് ഫിസിക്സാണ്. ഫിസിക്സ് ഹാർഡ് സബ്ജക്റ്റാണ്. അതിൽ സയൻസൊക്കെ നെഗറ്റീവ് പോസിറ്റീവ് സയൻസൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് വി കീപ് ഇറ്റ് ടു ദ ലാസ്റ്റ്. ഓക്കെ, ആൻഡ് മാത്സ് ഈസ് ഇൻ ദ മിഡിൽ. ആൻഡ് മാത്സിൽ നമുക്ക് ഈ വെരി ഡൂവബിൾ ആൻഡ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്. ബട്ട് ദ തിങ് ഈസ് സ്റ്റുഡൻസ് വി ജസ്റ്റ് ചേഞ്ച് ദ വാല്യൂസ്. നമ്മൾ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയ്ക്ക് വാല്യൂ ഒക്കെ മാറിപ്പോകും അവിടെ. അതുകൊണ്ട് മാത്സൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ടാണ് നടുക്ക് ചെയ്യാൻ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഫിസിക്സ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് എ സ്റ്റെപ്പ്. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക്
നല്ലപോലെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയുന്നത് ലാസ്റ്റ് 1 month or 2 months യു കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ഡൂയിങ് മോക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ, കീമിൻ്റെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് ഇപ്പം അവൈലബിൾ അല്ലെങ്കിൽ PYQs ചെയ്താലും മതി. നമ്മളൊരു ടൈം തന്നെ നമ്മൾ തന്നെ വെച്ചിട്ട് 3 മണിക്കൂർ നമ്മൾ തന്നെ വെച്ചിട്ട് PYQs കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, സോ മോക്ക് ടെസ്റ്റ് കൊടുക്കണം. മോക്ക് ടെസ്റ്റ് കൊടുത്താൽ ഉറപ്പായിട്ടും നല്ല റാങ്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. ബൈ.